നമസ്കാരം. വൃശ്ചിക രാശിയിൽ ജനിച്ച പ്രിയപ്പെട്ടവർക്ക് 2026 എങ്ങനെയുള്ള വർഷമായിരിക്കും? ഈ വർഷം നിങ്ങളുടെ ആശയങ്ങളെയും പദ്ധതികളെയും കുറിച്ച് കൃത്യമായ ആത്മപരിശോധന നടത്തി വിവേകത്തോടെ പ്രവർത്തിക്കേണ്ട വർഷമാണ്. നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും വലിയ ആത്മീയ ഉണർവും കാര്യങ്ങളിൽ വ്യക്തതയും കൈവരിക്കാൻ ഈ വർഷം സാധിക്കും. ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളും പുതിയൊരു തുടക്കവും സമ്മാനിക്കുന്ന സവിശേഷമായ ഒരു വർഷമാണിത്. നിങ്ങളുടെ ഉൾക്കാഴ്ചയും അറിവും ഈ വർഷം വളരെ ശക്തമായിരിക്കും. പ്രണയത്തിന്റെ കാര്യത്തിൽ തീവ്രമായ അനുഭവങ്ങൾ നിറഞ്ഞതായിരിക്കും 2026. നിങ്ങൾ പുതിയതായി ആരെങ്കിലുമായി പ്രണയത്തിലാവുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹം തുറന്നു പറയാനും അത് പ്രകടിപ്പിക്കാനും ഒട്ടും മടിക്കരുത്. കഴിഞ്ഞ കാലങ്ങളിലെ പ്രണയബന്ധങ്ങളിലെ വേദനകളിൽ നിന്നും ആഘാതങ്ങളിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ഒരാളോട് ശക്തമായ ആകർഷണവും ആഴത്തിലുള്ള വൈകാരിക ബന്ധവും ഈ വർഷം രൂപപ്പെട്ടേക്കാം. പ്രണയത്തിൽ ആത്മാർത്ഥതയോടെയുള്ള ആഴത്തിലുള്ള വൈകാരിക കൂട്ടായ്മ അനുഭവിക്കാൻ ഈ വർഷം നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. ഇനി തൊഴിൽ രംഗത്തേക്ക് വന്നാൽ വൃശ്ചിക രാശിക്കാർക്ക് ഈ വർഷം നിങ്ങളുടെ കഠിനാധ്വാനം അംഗീകാരവും സന്തോഷവും വിജയവും നേടിത്തരും. അല്പം സമയമെടുത്ത് കാര്യങ്ങൾ നന്നായി ചിന്തിച്ച് ബുദ്ധിപൂർവ്വം പ്ലാനുകൾ നടപ്പിലാക്കുക. തൊഴിലിടത്തിൽ നിങ്ങൾക്ക് നേതൃത്വപരമായ ചുമതലകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. കരിയറിലോ പ്രൊഫഷനിലോ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് വലിയ പുരോഗതിയും സമ്മാനങ്ങളും നൽകും. 2026 ആദ്യ മാസങ്ങളിൽ തന്നെ ജോലി മാറ്റത്തിനും കരിയർ വളർച്ചയ്ക്കുമുള്ള നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ ശക്തമായ ഉൾക്കാഴ്ച ഈ വർഷത്തെ തീരുമാനങ്ങളിൽ മികച്ച വഴികാട്ടിയാകും. സാമ്പത്തിക കാര്യങ്ങളിലും 2026 നിങ്ങൾക്ക് മികച്ച വർഷമാണ്. അപ്രതീക്ഷിതമായി പെട്ടെന്ന് ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുന്ന ബുദ്ധിപരമായ നിക്ഷേപങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് വലിയ ലാഭം തരും. പ്രധാനപ്പെട്ട മറ്റൊരു സന്തോഷ വാർത്ത: ഈ വർഷം നിങ്ങൾക്ക് കടങ്ങളിൽ നിന്നോ വായ്പകളിൽ നിന്നോ പൂർണ്ണമായ മോചനം നേടാൻ സാധിക്കും. കയ്യിൽ ആവശ്യത്തിന് പണവും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകുന്ന വർഷമായിരിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശരീരത്തിലെ വിഷാംശങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്ന രീതികൾ ശീലിക്കുക. ഇടവിട്ടുള്ള ഉപവാസം ആരോഗ്യത്തിന് ഗുണം ചെയ്യും. ആത്മീയമായ കാര്യങ്ങളിലേക്കും ഔഷധപരമായ കാര്യങ്ങളിലേക്കും മനസ്സ് തിരിയുകയും വീട്ടിൽ ശുഭകരമായ പൂജകളോ ചടങ്ങുകളോ നടക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ വൈകാരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകുക. മെഡിറ്റേഷൻ ശീലിക്കുന്നത് ഈ വർഷം നിങ്ങൾക്ക് മാനസികമായി വലിയ കരുത്ത് നൽകും. ചുരുക്കത്തിൽ, തന്ത്രപരമായ നീക്കങ്ങളിലൂടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മികച്ച ഫലം തരും. സമ്പത്തിന് ഒരു കുറവും ഉണ്ടാകാത്ത മനോഹരമായ ഒരു വർഷമാണിത്. ഈയൊരു കാര്യം ഓർക്കുക: ഏത് സാഹചര്യത്തിലും വഴങ്ങിക്കൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കുക. എന്നാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ധൈര്യമായി തുറന്നു പറയാൻ മടിക്കരുത്. അനാവശ്യമായ ദേഷ്യപ്പെടലുകളും പെട്ടെന്നുള്ള മൂഡ് സ്വിങ്സും പൂർണ്ണമായും ഒഴിവാക്കുക. എല്ലാവർക്കും ഐശ്വര്യപൂർണവും വിജയം നിറഞ്ഞതുമായ ഒരു 2026 ആശംസിക്കുന്നു. നന്ദി.